ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളരി നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പം വിഷുവിനും നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കറി വയ്ക്കാനും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിളവെടുപ്പ് നിങ്ങളൊന്ന് കാണിച്ചില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. അപ്പം നന്നായിട്ട് ഇതിനകത്തെല്ലാം കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. എന്നിട്ട് തന്നെ ഭയങ്കര വെയിലാണ്. ഞാൻ വിയർത്തങ്ങ് കുളിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളരി വിളവെടുക്കാം. അപ്പം എല്ലാത്തിലും കണ്ടിട്ട് പല ഷേപ്പിലുള്ള വെള്ളരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓരോരോ ഷേപ്പുകളൊക്കെയാണ് കേട്ടോ. ഒരുപാട് വലിപ്പമില്ല. ഒരുപാട് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുകയോ പുറത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ഇത് നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള വെള്ളരിയാണ്. ഇത് സൗഭാഗ്യ വെള്ളരിയും അതുപോലെ തന്നെ മുടിക്കോട് വെള്ളരിയാണ് കണ്ടോ. എല്ലാം നല്ല പരുവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും അവിടെ എല്ലാം കിടപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം വെയിലത്ത് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. മഞ്ഞ കളറായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം മണ്ണിൽ കിടന്നാൽ ചിലപ്പോൾ അതെല്ലാം കിടന്ന് ചീഞ്ഞു പോകാനായിട്ട്, അല്ലെങ്കിൽ കിടന്ന് വെന്ത് പോകും കിടന്ന്. അതുകൊണ്ട് നമുക്കതിനെല്ലാം കട്ട് ചെയ്യാം. അപ്പം കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അപ്പോൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഫെബ്രുവരി മാസത്തിൽ നട്ട എൻ്റെ വെള്ളരിയാണ് ഇത്. വിഷു പ്രമാണിച്ച് വിഷുവിന് വിളവെടുക്കണമെന്ന് കരുതി നട്ടതാണ്. അപ്പോൾ എന്തായാലും വിഷുവിനും നമ്മൾ വിളവെടുത്തു. പിന്നെയും നമുക്ക് ഇഷ്ടം പോലെ വെള്ളരി കിട്ടി. ഇത് കണ്ടോ, ഒരു വെള്ളരിയുടെ ഷേപ്പ് കണ്ടോ. എല്ലാ ഷേപ്പുകളും ഉണ്ടാവും. ഒന്നിനെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട, എല്ലാം നമുക്ക് വിളവെടുക്കാം. ഇനി ഒന്നുകൂടെ അവിടെ കിടപ്പുണ്ട്, അതിനെയും കൂടെ അങ്ങ് എടുത്തേക്കാം. അല്ലെങ്കിൽ അതവിടെ കിടന്ന് വിഷമിക്കത്തില്ലേ, അത് മാത്രം ഒറ്റയ്ക്കാവുമ്പോൾ. അപ്പം ഞാൻ അടുത്ത ചുവട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ വെള്ളരിയോ മത്തനോ ഒക്കെ നടുമ്പോൾ ഉണ്ടല്ലോ, തറയിൽ ഇങ്ങനെ പടർന്നു പോകുന്നതൊക്കെ നടുമ്പോൾ അപ്പം അതിന് എന്തെങ്കിലും ഇങ്ങനെ അടിയിൽ ഓല അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും പടലുകളൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ പടർന്ന് നന്നായിട്ട് അങ്ങ് പൊക്കോളും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളരി ഒന്നും തറയിൽ തട്ടാതെ ആ ഓലയുടെ മേളിലൊക്കെ അങ്ങ് കിടന്നോളും. അപ്പം കുറച്ചൊക്കെ ഓലയൊക്കെ കിട്ടിയത് ഞാൻ അതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ കാ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നന്നായിട്ട് വെള്ളം കൊടുത്തോണം. രാവിലെയും വൈകിട്ടും നനച്ചെങ്കിൽ മാത്രമേ വെള്ളരി നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇനി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് നിറമാവാനുണ്ട്. ഇനി നമുക്ക് അടുത്തടുത്തോട്ട് പോകാം. ഇത് കുറച്ചുകൂടെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് അരിഞ്ഞ് കഴിക്കാനും നല്ലതാട്ടോ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ സലാഡ് കുക്കുമ്പറൊക്കെ കട്ട് ചെയ്ത് കഴിക്കത്തില്ലേ, അതേപോലെ അങ്ങോട്ട് ഇതും കട്ട് ചെയ്ത് കഴിക്കാം. പച്ചടി ഉണ്ടാക്കാം. നോയിക്ക് മുറം ഇങ്ങനെ നിറഞ്ഞ് വരുവാണേ. ഇനിയും ഇവിടെയൊക്കെ കായ്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ലറിയൊക്കെ, നമ്മുടെ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ഒഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പിന്നെയും കായകളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് നല്ലൊരു മഞ്ഞ കളറിലൊരു കൊച്ചു കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്യാം. നല്ല സൂപ്പർ കളർ, നോയിക്ക് സ്വർണ്ണം മാതിരി ഇരിക്കുന്നു. അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്താലും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കഴിച്ചു തീർക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണ്ട് ഇനി ഇങ്ങോട്ടെല്ലാം കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്നു, ചെറുതൊരെണ്ണം കിടക്കുന്നു. എന്താണ്ട് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതുകൊണ്ട് തൊട്ടപ്പുറത്തോട്ട് ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മുറവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്താണ്ട് ഇവിടെ കിടക്കുക കേട്ടോ. ഈ നല്ല കളറായത് ഇനിയും ഇട്ടിരുന്നാൽ ചിലപ്പം കേടായി പോയാലോ. അപ്പോൾ അതൊക്കെ ഇനി എടുക്കാം. നമ്മുടെ ബട്ടർ നട്ടിൻ്റെ ഷേപ്പ് മാതിരിയുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും വിളവെടുപ്പ് കൊണ്ട് നിർത്തുകയാണ്. ഇവിടെ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ഇതങ്ങ് പടർന്ന് കയറി പോയതൊന്നുമില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം അതിനകത്തുനിന്ന് വിളവും കിട്ടി. ഇവിടെ ഒരു പിഞ്ച് ഇതുകൊണ്ട് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ തീരുമ്പോഴത്തേക്ക് നമുക്കിനി അത് വിളവെടുക്കാം. വേണ്ട, ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുക വേണ്ട. ഇത് കണ്ടില്ലേ, വേനൽക്കാലമായിട്ടും നമുക്ക് ഇത്രയൊക്കെ വെള്ളരി വിളവെടുക്കാനായിട്ട് സാധിച്ചു. ഫെബ്രുവരി നട്ട് വെള്ളരിയാണിത്. അപ്പം 3 ടൈപ്പിലുള്ളതായ വെള്ളരി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലോട്ട് വന്നിട്ട് ഒരു വെള്ളരിയൊക്കെ പറിച്ചിട്ട് നമുക്ക് പല കറികളുണ്ടാക്കാം. അപ്പം ഇത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാം, തോരനുണ്ടാക്കാം, അതുപോലെ തന്നെ മോരിനകത്തിട്ട് കറി വയ്ക്കാം.
സാമ്പാറിനകത്തിടാം, അവിയലിനകത്തിടാം, അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണം ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും അതേപോലെ നല്ല ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അത് മെസ്സേജ് ചെയ്താലും മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെള്ളരിയുടെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.